അപ്പോ ആദ്യ വിനായകെ ഹെഡിങ് ഒന്ന് വായിച്ചേ. Angle between two lines. 11.4. Angle between two lines. നോക്കിക്കോളൂ. ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ്. നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. എന്താണ് ഹെഡിങ്ങിന്റെ പേര്? Angle between two lines. ഓക്കെ. അപ്പൊ നിങ്ങൾ എടുക്കേണ്ടത് ഞാൻ നിങ്ങൾക്ക് എടുത്തു തന്ന തിയറിയുടെ പോർഷൻ ഉള്ള ഭാഗമാണ് എടുക്കേണ്ടത്. വായിച്ചാട്ടെ ഒന്നാമത്തെ പോയിന്റ്. If A1, B1, C1 and A2, B2, C2 are the direction ratios of two lines, then angle between the line is given by cos theta equal modulus of A1, A2 plus B1, B2 plus C1, C2 whole divided by root of A1 square plus B1 square plus C1 square into root of A2 square plus B2 square plus C2 square. അപ്പൊ എന്താണ് വായിച്ച പോയിന്റ്? A1 B1 C1 C1 A2 B2 C2 A2 B2 C2 ഇവരാരാണെന്ന് വിചാരിക്കുക. ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ടു ലൈൻസ്. അപ്പൊ രണ്ട് ലൈനുകളുടെ ഡയറക്ഷൻ റേഷ്യോസ് ആണ് A1 B1 C1 A2 B2 C2. അങ്ങനാണെങ്കിൽ ഈ രണ്ട് ലൈനുകളുടെ ഇടയ്ക്കുണ്ടാകുന്ന ആംഗിൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാന്നാ പറഞ്ഞേക്കുന്നേ? കോസ് തീറ്റ ഈക്വൽ മോഡുലസ് ഓഫ് A1 A2 പ്ലസ് B1 B2 പ്ലസ് C1 C2 പ്ലസ് C1 C2 whole divided by root of A1 square plus B1 square plus C1 square plus C1 square into root of A2 square plus B2 square plus C2 square. Root of A2 square plus B2 square plus C2 square. ഈ സെക്ഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ഇക്വേഷൻ ആണ് ഇത്. ഒന്നുകൂടെ വായിച്ചാൽ മതി വിനായകെ. If A1 B1 C1 and A2 B2 C2 are direction ratios of two lines, then angle between the line is given by cos theta equal modulus of A1 A2 plus B1 B2 plus C1 C2 whole divided by root of A1 square plus B1 square plus C1 square into root of A2 square plus B2 square plus C2 square. Okay. ആ രണ്ടാമത്തെ പോയിന്റ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ അത്ര ഇമ്പോർട്ടന്റ് അല്ല. അതായത് നമ്മളിപ്പോ കോസ് തീറ്റ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന ആംഗിൾ ഉണ്ടല്ലോ, അത് നമ്മൾ അതിന് പകരം എന്തുപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം? അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിള്ളേർ. നിങ്ങളെ ചോദിച്ച നോട്ട് ഇരിപ്പില്ല. ഇൻ ടേംസ് ഓഫ് സൈൻ തീറ്റ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. എന്തുപയോഗിച്ച് കണ്ടുപിടിക്കാം? സൈൻ തീറ്റ. ഓക്കെ. അത് നമുക്ക് എവിടെങ്കിലും പ്രോബ്ലത്തിൽ ആവശ്യം വരികയാണെങ്കിൽ ഞാൻ ആ ഫോർമുല നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. അപ്പൊ അടുത്ത പോയിന്റ് അമൃത ഒന്ന് വായിച്ചു ചെയ്യും. If L1 M1 N1 and L2 M2 N2 are the direction cosines of two lines, then cos theta equal to modulus of L1 L2 plus M1 M2 plus N1 N2. ഓക്കെ. അപ്പൊ ആദ്യ വിനായക തൊട്ട് മുമ്പേ പറഞ്ഞതെന്ന് പറയുന്നത് രണ്ട് ലൈനുകളുടെ ഡയറക്ഷൻ റേഷ്യോ തരുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അമൃത പറയുന്നത് L1 M1 N1 L2 M2 N2 direction L2 M2 N2 ഇവരാരാണ്? ഡയറക്ഷൻ കൊസൈൻസ് ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് ടു ലൈൻസ് ആണെന്ന് വിചാരിക്കുക. രണ്ട് ലൈനുകളുടെ ഡയറക്ഷൻ കൊസൈൻസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനാണെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഉണ്ടാകുന്ന ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? കോസ് തീറ്റ ഈക്വൽ modulus of L1 L2 plus M1 M2 plus N1 N2. തെറ്റിക്കരുത്. ആദ്യത്തേത് ഡയറക്ഷൻ
റേഷ്യോ വെച്ചുള്ള ഫോർമുലയും രണ്ടാമത്തേത് ഡയറക്ഷൻ കൊസൈൻ വെച്ചുള്ള ഫോർമുലയുമാണ്. ഈ രണ്ട് പോയിന്റുകളിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സാർ. ഇല്ല സാർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അഞ്ജു എന്താണ് അടുത്ത പോയിന്റ്? Two lines with the direction ratios A1, B1, C1 and A2, B2, C2 are perpendicular. അപ്പൊ A1, B1, C1, A2, B2, C2 ഇവരാരാണ്? Two lines with the direction ratios. രണ്ട് ലൈനുകളുടെ ഡയറക്ഷൻ റേഷ്യോസ് നമുക്ക് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. A1, B1, C1 ഉം A2, B2, C2. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, ഒന്നുകിൽ ഇവര് പെർപെൻഡിക്കുലർ ആണെന്ന് തെളിയിക്കുക, അല്ലെങ്കിൽ ഇവർ എന്താണെന്ന് തെളിയിക്കുക. Parallel. അപ്പൊ നമുക്ക് ആദ്യം ആരുടെ കാര്യം പറയണ്ടേ? Perpendicular. ഇവര് പെർപെൻഡിക്കുലർ ആകുന്ന കണ്ടീഷനാണ് അഞ്ജു വായിക്കാമെന്ന് പറഞ്ഞാട്ട്. എപ്പോഴാണ്? Are perpendicular if A1, A2 plus B1, B2 plus C1, C2 equal to 0. ഓക്കെ. ഇനി അടുത്തത്, ഇവരെപ്പോഴാണ് പാരലൽ ആകുന്നത്? If A1 by A2 equals B1 by B2 equals C1 by C2. B1 by B2 equal C1 by C2. തെറ്റിക്കരുത്. രണ്ട് ലൈനുകളുടെ ഡയറക്ഷൻ റേഷ്യോസ് A1, B1, C1 ഉം A2, B2, C2 ആണെങ്കിൽ അവർ പെർപെൻഡിക്കുലർ ആണോ എന്ന് പരിശോധിക്കാൻ ആ ഡയറക്ഷൻ റേഷ്യോസിന്റെ പ്രോഡക്റ്റിന്റെ സം എടുത്ത് നോക്കണം. അതെന്തായാൽ 0 ആയാൽ അവരെങ്ങനായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇനി ആ ഡയറക്ഷൻ റേഷ്യോസിന്റെ റേഷ്യോ എടുത്ത് നോക്കുമ്പോ അത് ഈക്വൽ ആണെങ്കിൽ അതെങ്ങനായിരിക്കും? പാരലൽ ആയിരിക്കും. പാരലൽ ആയിരിക്കും. ഈ രണ്ട് കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ. ബാക്കിയുള്ളവരുടെ ഒന്നും അനക്കം കേൾക്കുന്നില്ല. ഇതെല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തതിനെ കുറിച്ച് ദൃശ്യ എന്താണ് അടുത്ത പോയിന്റ് വായിച്ചാട്ടെ. The acute angle between the lines vector r equal vector a1 plus lambda vector b1 and vector r equal vector a2 plus mu vector b2 is cos theta equal mod vector b1 dot vector b2 by mod vector b1 into mod vector b2. ശ്രദ്ധിക്കുക. ഇനി നമ്മള് ഇതേ സംഗതി തന്നെ വെക്ടർ ഇക്വേഷൻ വെച്ച് പഠിക്കാൻ പോവാം. എന്ത് വെച്ച് പഠിക്കാൻ പോവാണ്? എന്ത് ഇക്വേഷൻ വെച്ച് പഠിക്കാൻ പോവാ? വെക്ടർ ഇക്വേഷൻ. നോക്കിക്കോളൂ. നോക്കിക്കോളൂ. ഒന്നാമത്തെ ലൈനിന്റെ ഇക്വേഷൻ എന്തുവാ ദൃശ്യേ? വെക്ടർ a1 plus lambda vector b1. രണ്ടാമത്തെ ലൈനിന്റെ ഇക്വേഷനോ? വെക്ടർ a2 plus mu vector b2. ഇത് രണ്ടെണ്ണം രണ്ട് ലൈനുകളുടെ ഇക്വേഷൻ ആണ്. അതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? അനക്കില്ല. അതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ലൈനുകളുടെ ഇടയ്ക്കുണ്ടാകുന്ന ആംഗിള് വെക്ടർ ഫോമിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? cos theta equal മോഡുലസ് ഓഫ് വെക്ടർ b1 ഡോട്ട് വെക്ടർ b2 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ b1 ഇൻറ്റു മോഡുലസ് ഓഫ് വെക്ടർ b2. ഒന്നുകൂടെ വായിച്ച ദൃശ്യ പോയിന്റ്. The acute angle between the lines vector r equal vector a1 plus lambda vector b1 and vector r equal vector a2 plus mu vector b2 is cos theta equal mod vector b1 dot vector b2 by mod vector b1 into mod vector b2. ഏത് സാഹചര്യത്തിലാണ് ദൃശ്യം നമ്മൾ ഈ ഫോർമുല അപ്ലൈ ചെയ്യുന്നത്? രണ്ട് ലൈനിന്റെ അക്യൂട്ട് ആംഗിൾ കണ്ടുപിടിക്കാനാണ്.
ശരി, ഏത് സാഹചര്യത്തിലാണ് ഈ ഫോർമുല അപ്ലൈ ചെയ്യുന്നത്? അത് എഴുതി തീറ്റ വെച്ചാൽ കണ്ടുപിടിക്കാൻ. അയ്യോ അതല്ല, ക്വസ്റ്റ്യൻ എന്ത് രൂപത്തിൽ തരുമ്പോഴാണ് നമ്മൾ ഈ ഇക്വേഷൻ വെച്ചുകൊണ്ട് അവർക്കിടയ്ക്കുണ്ടാകുന്ന ആംഗിൾ കണ്ടുപിടിക്കുന്നത്? എഴുതി വെച്ചേക്കുന്ന വായിച്ചു നോക്കുക, ദൃശ്യക്ക് പറയാം. ഇല്ല, വെക്റ്റർ ഫോമിൽ തരുമ്പോൾ നമ്മുടെ രണ്ട് ലൈനിന്റെ ഇടയ്ക്കുണ്ടാകുന്ന ആംഗിൾ കണ്ടുപിടിക്കാൻ ആ ലൈനിന്റെ ഇക്വേഷൻ എന്ത് ഫോമിൽ തരുമ്പോ? വെക്റ്റർ ഫോമിൽ തരും. വെക്റ്റർ ഫോമിൽ തരുമ്പോഴാണ് ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. ഇവിടെ കിട്ടിയോ? ആ സർ. ഇനി നമ്മൾ ഇതേ രണ്ട് ആംഗിള് കാർട്ടീഷ്യൻ ഫോമിൽ തന്നാൽ എങ്ങനെ കണ്ടുപിടിക്കുമെന്നാണ് അടുത്തത് പഠിക്കാൻ പോകുന്നത്. ഗോപിക്ക് ഒന്ന് വായിച്ചെടുത്ത പോയിന്റ്. The angle between the lines x minus x1 by a1 is equal to y minus y1 by b1 is equal to z minus z1 by c1 and x minus x2 by a2 is equal to y minus y2 by b2 is equal to z minus z2 by c2 is ഒരു സെക്കൻഡ്. അപ്പൊ ഒന്നാമത്തെ ലൈനിന്റെ ഇക്വേഷൻ കാർട്ടീഷ്യൻ ഫോമിൽ ഇങ്ങനെയാണ്: എക്സ് മൈനസ് എക്സ് വൺ ബൈ എ വൺ ഈക്വൽ വൈ മൈനസ് വൈ വൺ ബൈ ബി വൺ ഈക്വൽ ഇസഡ് മൈനസ് ഇസഡ് വൺ ബൈ സി വൺ. രണ്ടാമത്തെ ലൈനിന്റെ ഇക്വേഷൻ എന്തോ ഗോപികെ? x minus x2 by a2 y is equal to y minus y2 by b2 is equal to z minus z2 by c2. ഇസഡ് മൈനസ് ഇസഡ് ടു ബൈ സി ടു. ഇങ്ങനെയാണല്ലോ നമ്മൾ രണ്ട് ലൈനിന്റെ ഇക്വേഷനെ അതിന്റെ കാർട്ടീഷ്യൻ ഫോമിൽ എഴുതുന്നത്. അങ്ങനാണെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കിടയിൽ ഉണ്ടാകുന്ന ആംഗിൾ എങ്ങനെയാ ഗോപി കണ്ടുപിടിക്കുന്നത്? Cos theta is equal to modulus a1 a2 plus b1 b2 plus c1 c2 the whole divided by root of a1 square a plus b1 square a plus c1 square a into root of a2 square a plus b2 square a plus c2 square. ഓക്കെ, അപ്പൊ നിങ്ങളിവിടെ പ്രധാനമായി പഠിക്കേണ്ടുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, രണ്ട് ലൈനുകളുടെ ഇക്വേഷൻ വെക്റ്റർ ഫോമിൽ തന്നാൽ അവർക്കിടയ്ക്കുണ്ടാകുന്ന ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും. രണ്ട് ലൈനുകളുടെ ഇക്വേഷൻ കാർട്ടീഷ്യൻ ഫോമിൽ തന്നാൽ അവർക്കിടയിൽ ഉണ്ടാകുന്ന ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും. 3, രണ്ട് ലൈനുകളുടെ ഇക്വേഷൻ നോക്കി അവര് പെർപെൻഡിക്കുലർ ആണെന്ന് എങ്ങനെ തെളിയിക്കും, അവര് പാരലൽ ആണെന്ന് എങ്ങനെ തെളിയിക്കും. ഈ 4 കാര്യങ്ങളാണ് ഈ സെക്ഷനിൽ ഇമ്പോർട്ടന്റ് ആയ സംഗതി. ഇത്രയും എല്ലാവർക്കും മനസ്സിലായോ? ആയോ? മനസ്സിലായി സർ. അപ്പൊ ഞാൻ ഒരു 2 മിനിറ്റ് സമയം തരാം. അത്രയും പോയിന്റ് ഒന്ന് വായിച്ചു നോക്കുക. മനസ്സിലാകുന്നെങ്കിൽ ആയി എന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം. തിയറി പോർഷൻ വായിച്ചു നോക്കുക. മനസ്സിലായെങ്കിൽ ആയെന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയുക. വായിച്ചു സാർ, മനസ്സിലായി. വായിച്ചു സാർ, മനസ്സിലായി. വായിച്ചു സാർ, മനസ്സിലായി. മനസ്സിലായി സർ. ഓക്കെ, മനസ്സിലായി സർ. ഓക്കെ, മനസ്സിലായി സാർ. മനസ്സിലായി സർ. നിങ്ങളുടെ പബ്ലിക് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്താൽ മിക്കവാറും പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒന്ന്, ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ്. രണ്ടാമത്തേത്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ലൈൻസ്. അപ്പോൾ പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, കാരണം ഇപ്പം അവിടെ വരെ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഈ ലാസ്റ്റത്തെ 2 ടോപ്പിക്കുകളാണ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പം നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാമല്ലോ. പോകാമോ? നമുക്കില്ല. പ്രോബ്ലത്തിലേക്ക് പോകാമോ? ഓക്കെ,
നിങ്ങൾ എല്ലാവരും നോട്ട് ബുക്ക് എടുക്കുക. 3Dയുടെ നോട്ട് ബുക്ക് എടുക്കുക. ഹലോ എടുത്തോ. സാറേ. എന്തോ സാർ, കല്യാണിയുടെ അമ്മയാ സാറേ. സാറേ, കല്യാണിക്ക് തലവേദന. അപ്പം കുഴപ്പമില്ല, ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്ന് ലെഫ്റ്റ് ആയിക്കോട്ടെ സാറേ. നോട്ട്ബുക്ക് എടുത്തോ എല്ലാരും. നോട്ട്ബുക്ക് എടുത്തോ. ഇടതുവശത്ത് മാർജിനിൽ എഴുതുക 118ാമത്തെ ക്ലാസ്. 118 118ാമത്തെ ക്ലാസ്. ഡേറ്റ് 24 24/1/2025 എഴുതിയോ? ഓക്കെ. 24/1/2025 ഫ്രൈഡേ ഓൺലൈൻ ക്ലാസ് പ്രസന്റ്. ഞാൻ നിങ്ങൾക്ക് കോപ്പി എടുത്തോണ്ട് തന്നതിനകത്ത് ഒരു എക്സാമ്പിൾ 9 ഉണ്ടോ എന്ന് നോക്കിക്കേ. ചിലപ്പം ഓർഡറിൽ ചിലപ്പോൾ ഒരു വ്യത്യാസം വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. ഫൈൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ ദ പെയർ ഓഫ് ലൈൻസ് ഗിവൺ ബൈ എന്ന് പറഞ്ഞൊരു ചോദ്യം ഉണ്ടോ നോക്കിക്കേ. അതോ ഞാൻ എടുത്തോ തന്ന കോപ്പിക്കകത്തിൽ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഇല്ല, എക്സസൈസ് ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ? എക്സസൈസ് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ഗ്രൂപ്പിൽ ഇട്ട് തരാം. നിങ്ങൾ അത് നോക്കി എക്സാമ്പിൾ 9 ചിലപ്പോൾ നമ്പറിൽ വ്യത്യാസം. നമുക്ക് അടുത്ത ദിവസത്തെ ക്ലാസ്സിലെ ഞാൻ അതിന്റെ നമ്പർ കറക്റ്റ് ചെയ്ത് നിങ്ങളിപ്പോൾ തൽക്കാലം എക്സാമ്പിൾ എന്ന് അതിന് മുമ്പ് സെക്കൻഡ് ഇതിന്റെ തിയറി എഴുതാനുള്ള സ്ഥലം ഇട്ടോ. നിങ്ങൾ ഹെഡിങ് ആയിട്ട് 11.4 ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് എന്ന് എഴുതിയോ? ഹലോ, 11.4 ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് എഴുതിയോ? എഴുതി. ഓക്കെ. എന്നിട്ട് ഞാൻ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്ത തിയറി എഴുതാനുള്ള സ്ഥലം ഇടുക. സ്ഥലമിട്ട് എല്ലാവരും സ്ഥലമിട്ടോ? ഓക്കെ. എന്നിട്ട് എഴുതുക എക്സാമ്പിൾ എന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ ഈ അയച്ചു തരുന്ന ക്വസ്റ്റ്യൻ നോക്കി പുസ്തകമുള്ളവർ എക്സാമ്പിൾ 9 കിട്ടിയോ? എക്സാമ്പിൾ 9 കിട്ടിയോ? കിട്ടി സർ. എഴുതിയാട്ടെ. ചോദ്യം എഴുതി കഴിയുമ്പോ പറയണം. ചോദ്യം എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞു സർ. ആകെ ആദിവിനായകന്റെ മാത്രം ശബ്ദമുണ്ട്, വേറെ ഒറ്റ ഒരെണ്ണത്തിന്റെ ശബ്ദമില്ല. കാശിനാഥ ചോദ്യം എഴുതി കഴിഞ്ഞോ? കാശിനാഥൻ കഴിഞ്ഞോ? ഓക്കെ, ഒന്ന് ചോദ്യം വായിച്ചാട്ടെ.
Find the angle between the pairs of lines given by Mm. vector r equal 3i cap വെക്ടർ ആർ ഈക്വൽ 3i cap plus 2j cap 3i cap plus 2j cap 2j cap minus 4k cap minus 4k cap plus lambda into I cap plus 2j cap I cap plus 2j cap plus 2k cap. ഓക്കെ, ഒരു സെക്കൻഡ്. കാശി ആരോ ജോയിൻ ചെയ്യാൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ കാശി ഇത് ആരുടെ ഇക്വേഷൻ ആണ് ഈ തന്നിരിക്കുന്നത്? ആരുടെ ഇക്വേഷൻ ആണ്? ഒരു ലൈനിന്റെ ഇക്വേഷൻ. എന്ത് ഫോമില്? വെക്ടർ ഫോമിൽ. ഇതിന് ഈക്വലന്റ് ആയിട്ട് നമ്മൾ തിയറിയിൽ ഇത് എങ്ങനെയായിരുന്നു എഴുതുന്നത്? വെക്ടർ ആർ ഈക്വൽ എ ക്യാപ് വെക്ടർ A1 പ്ലസ് ലാംഡ വെക്ടർ B1 എന്നല്ലേ എഴുതുന്നേ? അതെ. അപ്പൊ എല്ലാവരും ഈ സ്ക്രീനിൽ കാണുന്ന ഒന്നാമത്തെ ലൈൻ എഴുതിക്കേ. വെക്ടർ ആർ ഈക്വൽ, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതുക, ഇക്വേഷൻ ഓഫ് ദ ഫസ്റ്റ് ലൈൻ ഈസ്, എഴുതുക, ഇക്വേഷൻ ഓഫ് ദി ഫസ്റ്റ് ലൈൻ ഈസ്, ഇക്വേഷൻ ഓഫ് ദി ഫസ്റ്റ് ലൈൻ ഈസ്, എഴുതിയോ? എന്നിട്ട് ആ ഫസ്റ്റ് ഇക്വേഷൻ എഴുതുക. അതിന്റെ ബ്രാക്കറ്റിലോട്ട് വെക്ടർ ആർ ഈക്വൽ വെക്ടർ A1 പ്ലസ് ലാംഡ വെക്ടർ B1 എന്ന് എഴുതുക. എഴുതിയോ? ഇത് രണ്ടൂടെ കമ്പയർ ചെയ്താൽ കാശിനാഥ് നമുക്ക് രണ്ടു പേരുടെ വില എഴുതാം. ആരുടെയൊക്കെയാന്ന് പറഞ്ഞാട്ടെ. വെക്ടർ എയുടെയും വെക്ടർ ബിയുടെയും. വെക്ടർ എ അല്ലല്ലോ, വെക്ടർ A1 അല്ലേ? പറഞ്ഞാട്ടെ. വെക്ടർ A1 ഈക്വൽ 3i cap plus 2j cap minus 4k cap. ഓക്കെ, ഇനി അടുത്തത് വെക്ടർ B1 ഈക്വൽ I cap plus 2j cap plus 2k cap. ഇത് എഴുതിയതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല സർ. ബാക്കിയുള്ളവരൊക്കെ വന്നിരുന്ന് ഉറങ്ങുവന്നോടെ. ആകെ ആദിവിനായക മാത്രമുണ്ട് മിണ്ടുന്നു. ബാക്കിയുള്ളവർ എഴുതിയോടെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി അടുത്ത രണ്ടാമത്തെ ഇക്വേഷൻ എഴുതാം. എഴുതിക്കോളൂ. ഇക്വേഷൻ ഓഫ് ദ സെക്കൻഡ് ലൈൻ ഈസ്, ഇക്വേഷൻ ഓഫ് ദി സെക്കൻഡ് ലൈൻ ഈസ്, വായിച്ചോ കാശി. അതാ രണ്ടാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? കാശി ഉണ്ടെന്നില്ല. 5i cap minus 2j cap plus mu into 3i cap plus 2j cap plus 6k cap. കാശി, ഇത് നമ്മൾ പഠിച്ച തിയറി അനുസരിച്ച് ആരെ പോലാണ് കാശി? വെക്ടർ ആർ ഈക്വൽ വെക്ടർ A2 plus mu into വെക്ടർ B2. ഇത് രണ്ടുകൂടെ കമ്പയർ ചെയ്താൽ നമുക്ക് ആരുടെയൊക്കെ വില എഴുതാൻ കാശി? വെക്ടർ A2ന്റെയും വെക്ടർ B2. അപ്പോ വെക്ടർ A2 ഈസ് ഈക്വൽ ടു 5i cap minus 2j cap. വെക്ടർ B2 3i cap plus 2j cap plus 6k cap. ഇത് ഇത്രയും എഴുതിയതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അപ്പോ കാശി, നമ്മുടെ ഇക്വേഷൻ ഇപ്പൊ എന്ത് ഫോമിലാണ്? വെക്ടർ ഫോമിൽ. ഓക്കെ, വെക്ടർ ഫോമിൽ തന്നിരിക്കുന്ന ഈ രണ്ട് ലൈനുകളുടെ ഇടയ്ക്കുണ്ടാകുന്ന എന്തുവാ കണ്ടുപിടിക്കണ്ടേ? ആംഗിൾ. അപ്പൊ ആംഗിൾ കണ്ടുപിടിക്കാൻ നമുക്ക് ആ വെക്ടർ ഫോമിലെ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കാമല്ലോ അല്ലേ? ആ വെക്ടർ ഫോമിലെ ഇക്വേഷനകത്തിലെ ന്യൂമറേറ്റർ ആരാ കാശി? നമുക്ക്
രണ്ട് ലൈനുകളുടെ ഇക്വേഷൻ വെക്റ്റർ ഫോമിൽ തന്നിരുന്നാൽ ആംഗിൾ കണ്ടുപിടിക്കാൻ വെക്റ്റർ ഫോമിൽ തന്നെ ഒരു ഇക്വേഷൻ ഇല്ലേ? ഉണ്ട് സർ. ആ ഇക്വേഷന്റെ ന്യൂമറേറ്റർ ആരാണ്? വെക്റ്റർ B1 ഡോട്ട് വെക്റ്റർ B2 എഴുതുക. വെക്റ്റർ B1 ഡോട്ട് വെക്റ്റർ B2 ഏതാ? നമുക്ക് ഏറ്റവും ലാസ്റ്റ് നമുക്ക് ആ ഇക്വേഷനിലേക്ക് വേണ്ടുന്ന ഓരോരുത്തരെയും പ്രത്യേകം കണ്ടുപിടിച്ചിട്ട് ലാസ്റ്റിൽ ഇക്വേഷൻ എഴുതി വാല്യൂ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്ലിയർ ആയോ? ക്ലിയർ. എഴുതിക്കോളൂ. വെക്റ്റർ B1 ഡോട്ട് വെക്റ്റർ B2. കാശിയുടെ കയ്യിലാണ് വെക്റ്റർ B1 ഉള്ളത്. പറഞ്ഞോ കാശി. I cap I cap plus 2j cap plus 2j cap plus 2k cap plus 2k cap B2 ഡോട്ട് ഒരു സെക്കൻഡ് ഞാൻ ഡോട്ട് 3i cap ഇനി വെക്റ്റർ B2 എഴുതുന്നു. ആരായിരുന്നു? 3i cap plus 2j cap plus 2j cap plus 6k cap plus 6k cap. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചതാണ് എങ്ങനെയാണ് രണ്ട് വെക്ടറുകളുടെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്നത്. എങ്ങനെയാണ് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്നത്? അതിന്റെ കോഎഫിഷ്യന്റ്സിന്റെ ഡിഫറൻസ് സമം. കാശിയേ ഡോട്ട് പ്രോഡക്റ്റ് എങ്ങനെ എടുക്കുന്നേ? ഐയുടെ കമ്പോണന്റുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ജെയുടെ കമ്പോണന്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. കെയുടെ കോഎഫിഷ്യന്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്തെടുക്കുക? സം എടുക്കുക. അപ്പൊ പറഞ്ഞാട്ടെ 1 into 3 plus 2 into 2 plus 2 into 6. 2 into 6. 1 into 3 3. 2 into 2 4. 2 into 6 12. 3 plus 4 plus 12 19. അപ്പൊ വെക്റ്റർ B1 ഡോട്ട് വെക്റ്റർ B2 കണ്ടുപിടിച്ചതിൽ സംശയമില്ലല്ലോ. ഇനി ഡിനോമിനേറ്ററിലെ ആദ്യത്തെ ആൾ ആരാ കാശി? മോഡുലസ് ഓഫ് വെക്റ്റർ B1. എഴുതുക. മോഡുലസ് ഓഫ് വെക്റ്റർ B1. അതെങ്ങനെയാ കാശി കണ്ടുപിടിക്കുന്നത്? മോഡുലസ് ഓഫ് വെക്റ്റർ B1 റൂട്ട് ഓഫ് സാറിന്റെ ആൻസർ പറഞ്ഞാൽ മതിയോ? നമ്മൾ സ്റ്റെപ്പ് എഴുതി പറയാം. ബുക്കിൽ എഴുതുമല്ലേ സ്റ്റെപ്പ്? പറഞ്ഞു. റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് സ്ക്വയർ പ്ലസ് സ്ക്വയർ ഈക്വൽ റൂട്ട് ഓഫ് 1 plus 4 plus 4. 1 plus 4 plus 4 ഈക്വൽ റൂട്ട് 9. റൂട്ട് 9 എത്ര? 3. ഓക്കെ. ഇനി അടുത്ത എന്തോ ആശി കണ്ടുപിടിക്കണ്ടേ? മോഡുലസ് ഓഫ് വെക്റ്റർ B. വെക്റ്റർ B2. പറഞ്ഞാട്ടെ. ഈക്വൽ റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ ഈക്വൽ റൂട്ട് ഓഫ് 9 4 പ്ലസ് 36. 4 plus 36 which is equal to root 49 is equal to 7. അപ്പൊ ഇനി നമ്മുടെ ഇക്വേഷൻ വില കൊടുക്കാം. എന്തായിരുന്നു ഇക്വേഷൻ? cos theta is equal to അപ്പൊ എഴുതണം. ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് ഈസ് ഗിവൺ ബൈ ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് ഈസ് ഗിവൺ ബൈ ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് ഈസ് ഗിവൺ ബൈ cos theta is equal to ഒരു സെക്കൻഡ് cos theta is equal to vector B1 modulus of vector B1 dot vector B2 by modulus of vector B1 modulus of vector B2. അപ്പോൾ cos theta equal വെക്ടർ B1 ഡോട്ട് വെക്ടർ B2 എത്ര? 90. അപ്പൊ മോഡുലസ് ഓഫ് 19 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ B1 3 ഇൻറ്റു മോഡുലസ് ഓഫ് വെക്ടർ B2. അപ്പോൾ cos theta ഈക്വൽ മോഡുലസ് ഓഫ് 19 ബൈ 3 into 7
21. അപ്പോൾ കോസ് തീറ്റ ഈക്വൽ ബ്രാക്കറ്റിനകത്ത് നെഗറ്റീവ് ആണെങ്കിലല്ലേ മോഡുലസ് കൊണ്ട് പ്രശ്നമുള്ളൂ. Yes, sir. അപ്പൊ ഇവിടെ ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. ആൻസർ അപ്പോ 19/21. Then what is theta? Theta equal cos inverse Hmm. 19/21. 19/21. അപ്പോ രണ്ട് ലൈനുകളുടെ ഇക്വേഷൻ വെക്റ്റർ ഫോമിൽ തന്നിട്ട് അവർക്കിടയ്ക്കുണ്ടാകുന്ന ആംഗിള് നമ്മൾ വെക്റ്റർ ഫോമിൽ തന്നെ കണ്ടുപിടിച്ചത് എല്ലാവർക്കും മനസ്സിലായോ? Yes, sir. ഓക്കെ, എല്ലാവരും വായിച്ചു നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിലും പറയണം, ഡൗട്ട് ഇല്ലെങ്കിലും പറയണം. മനസ്സിലായി സാർ. മനസ്സിലായി സാർ. മനസ്സിലായി സാർ. മനസ്സിലായി സാർ. ഓക്കെ, മനസ്സിലായി സാർ. അമൃതയുടെ ശബ്ദം കേട്ടു, ആദിവിനായകന്റെ ശബ്ദം കേട്ടു, വേറെ ആരുടെ ഒരു അനക്കമില്ല. ബാക്കി ആരുടെയും ശബ്ദമൊന്നും കേൾക്കുന്നില്ല. മനസ്സിലായി സാർ. മനസ്സിലായി സാർ. മനസ്സിലായി സാർ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഞാൻ അടുത്തത് ഒരു എക്സാമ്പിൾ 10 അയച്ചു തന്നത് ഗ്രൂപ്പിൽ കിട്ടിയ എല്ലാവർക്കും. എക്സാമ്പിൾ 10 അയച്ചു തന്നത് എല്ലാവർക്കും കിട്ടിയോ? നിങ്ങൾക്ക് എന്തോ ഉള്ളൊരു ചെവി കിട്ടിയോടെ? എക്സാമ്പിൾ 10 കിട്ടിയോ? കിട്ടി സാർ. അപ്പൊ ആ എക്സാമ്പിൾ 10 ഒന്ന് എഴുതിക്കേ. ചോദ്യം എഴുതി കഴിഞ്ഞ് കഴിയുമ്പോൾ പറയണം. ചോദ്യം എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞു സാർ. ഇനി ആരെങ്കിലും ചോദ്യം എഴുതി കംപ്ലീറ്റ് ചെയ്യാനുണ്ടോ? ഇനി ആരെങ്കിലും ചോദ്യം എഴുതി കംപ്ലീറ്റ് ചെയ്യാനുണ്ടോ? ഇല്ല. ഇല്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പൊ ആ പ്രോബ്ലം നമ്മുടെ പൂജ ഉണ്ടോ ക്ലാസ്സിലെ? പൂജ 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 ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലയോ പൂജയെ? രഘുകുമാർ എസ് നമ്മുടെ ദേവനന്ദയല്ലേ? ആണ് സാർ. അപ്പൊ ദേവനന്ദ ഒന്ന് വായിച്ച ചോദ്യം. Find the angle between the pair of lines x plus 3/3 equal to y minus 1/5 equal to z plus 3/4 and x plus 1/1 equal to y minus 4/1 equal to z minus 5/2. എന്താണ് ദേവനന്ദ ചോദ്യത്തിന്റെ അർത്ഥം?
നമുക്ക് രണ്ട് ലൈനുകളുടെ ഇക്വേഷൻ എന്ത് ഫോമിൽ തന്നിരിക്കുന്നു? എന്ത് ഫോമിൽ തന്നിരിക്കുന്നു? ദേവനന്ദേ, ഇങ്ങനെ തരുന്നതിന് എന്തോ പറയുന്നേ? ദേവനന്ദ കേൾക്കുന്നില്ലയോ? ദേവനന്ദ, ഇങ്ങനെ എഴുതുന്നതിന് എന്ത് ഫോമാണ് നമ്മൾ പറയുന്നേ? കാർട്ടീഷ്യൻ ഫോം. കാർട്ടീഷ്യൻ ഫോം. അപ്പൊ രണ്ട് ലൈനുകളുടെ ഇക്വേഷൻ എന്ത് ഫോമിൽ തന്നിരിക്കുന്നു? കാർട്ടീഷ്യൻ ഫോമിൽ അപ്പൊ എഴുതുക. ആദ്യം ഇക്വേഷൻ ഓഫ് ദി ഫസ്റ്റ് ലൈൻ ഈസ്, എഴുതുക ഇക്വേഷൻ, എന്റെ അവിടെ അകത്താണേ കിടക്കും. ഇക്വേഷൻ ഓഫ് ദ ഫസ്റ്റ് ലൈൻ ഈസ്, എന്നിട്ട് ഈ ലൈനിന്റെ ഇക്വേഷൻ അങ്ങോട്ട് എടുത്തെഴുതുക. എഴുതിയോ? എഴുതിയോ? എഴുതി സർ. പക്ഷെ ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള കറക്റ്റ് ഫോമിൽ അല്ലല്ലോ. അല്ല, ചെറിയ ബാഗ് കറക്റ്റ് ഫോമിൽ അല്ലല്ലോ. ഇതെങ്ങനെ കറക്റ്റ് ഫോമിലാക്കും? ഇക്വേഷനിലോട്ട് മാറ്റാമോ? ഏതാ? വേണ്ട. എക്സ് മൈനസ് മൈനസ് 3/3 എഴുതാൻ പറ്റുമോ? എഴുതാം സർ. അടുത്തത് y മൈനസ് 1/5 ഈക്വൽ z മൈനസ് മൈനസ് 3/4 എന്ന് എഴുതാൻ പറ്റുമോ? എഴുതാം സർ. അപ്പോ ഇത് നമ്മൾ പഠിച്ചതനുസരിച്ച് എന്ത് രൂപത്തിലാണ്? എക്സ് മൈനസ് x1 by a1 is equal to y minus y1 by b1 equal to z minus z1 by c1. z minus z1 by c1. ഇത് രണ്ടുകൂടെ കമ്പയർ ചെയ്താൽ ദേവനന്ദയ്ക്ക് 6 പേരുടെ വില പറയാം. പറഞ്ഞു, ആരൊക്കെ 6 പേര്? x1 y1 z1. പറഞ്ഞാട്ടെ. x1 എത്ര? x1 minus 3. മൈനസ് 3. y1 1. z1 minus 3. ഓക്കെ. അടുത്ത ഇനി ആരുടെയൊക്കെ വില പറയാൻ പറ്റുന്നേ? a1 b1 c1. പറഞ്ഞാട്ടെ. a1 എത്രയാണ്? b1 എത്രയാണ്? c1 എത്രയാണ്? a1 3, b1 5, c1 4. ഓക്കെ. ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇത് എഴുതിയതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല സർ. ഇല്ല സർ. ഇനി അടുത്തത് രണ്ടാമത്തെ ലൈനിന്റെ ഇക്വേഷൻ. രഹന ഒന്ന് വായിച്ചേ. രണ്ടാമത്തെ ലൈനിന്റെ ഇക്വേഷൻ. Sir, x plus 1 by 1 is equal to y minus 4 by 1 is equal to സെക്കൻഡ് പറഞ്ഞാട്ടെ. x plus 1 by 1 is equal to y minus 4 by 1 is equal to z minus 5 by 2. z minus 5 by 2. ഇത് കറക്റ്റ് ഫോമിലാണോ രഹനെ കിടക്കുന്നേ? അല്ല. അപ്പൊ കറക്റ്റ് ഫോമിലോട്ട് എങ്ങനെ ആക്കും പറഞ്ഞാട്ടെ. x minus minus 1 by 1 x minus minus 1 by 1 is equal to y minus 4 by 1 is equal to z minus 5 by 2. ഇത് നമ്മൾ പഠിച്ച തിയറി അനുസരിച്ച് എന്ത് രൂപത്തിലാണ് കിടക്കുന്നേ? x minus x1 by a1 is equal to അല്ല, x minus x1 by a1 ആണോ a2 ആണോ? a2 equal y minus y1 by b2 is equal to z minus z1 by c2. ഇത് രണ്ടുകൂടെ കമ്പയർ ചെയ്താൽ നമുക്ക് ആരുടെയൊക്കെ വില എഴുതാം? x1 ന്റെയും a2 ന്റെയും y1 ന്റെയും b2 ന്റെയും z1 ന്റെയും c2. പറഞ്ഞാട്ടെ. x1 is equal to minus 1. x1 is equal to ഒരു സെക്കൻഡ്. x1 is equal to minus 1. A2 is equal to 1. Y1 is equal to minus. A2 is equal to 1.
y2 is equal to y1 is equal to 4. ഒരു സെക്കൻഡ്, നിങ്ങൾ തിയറിക്കകത്ത് നോക്കിയേ. തിയറിക്കകത്തിൽ x മൈനസ് x1 y1 z1 ആണോ അതോ x2 y2 z2 ആണോ നോക്കിക്കേ. തിയറിയിൽ എങ്ങനെ എഴുതിയിരിക്കുന്ന സിമ്പല് x2 y2 ആണോ? അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ എടുക്കാം. അപ്പൊ ഈ പോയിന്റ് നമുക്ക് തിരുത്തി എഴുതാം. x മൈനസ് ഈ പോയിന്റ് എന്ത് വരും? x2, ഇത് y2, ഇത് z2 എന്ന് വരും. അപ്പോ x2 മൈനസ് 1 y2 y2 4 y2 4 z2 5. അടുത്തത് b2 a2 ന്റെ വില 1, b2 ന്റെ വില 1, c2 ന്റെ വില 2. ഇത്രയും കാര്യങ്ങൾ എഴുതിയതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇത്രയും കാര്യങ്ങൾ എഴുതിയതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല സർ. ഇല്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശിവഗംഗ ഉണ്ടോ ക്ലാസ്സിലെ? സാറുണ്ട്. ശിവഗംഗ, ഇവിടെ ക്വസ്റ്റ്യനിൽ 2 ലൈനിന്റെ ഇക്വേഷൻ എന്ത് ഫോമിലാണ് തന്നിരിക്കുന്നത്? കാർട്ടീഷ്യൻ. അപ്പൊ നമുക്ക് കാർട്ടീഷ്യൻ ഫോമിലുള്ള ഇക്വേഷൻ അങ്ങ് ഉപയോഗിക്കാമല്ലോ. എന്തായിരുന്നു കാർട്ടീഷ്യൻ ഫോമിലുള്ള ഇക്വേഷൻ? എന്തായിരുന്നു കാർട്ടീഷ്യൻ ഫോമിലുള്ള ഇക്വേഷൻ? x minus x1 divided by a1 is equal. ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനോ? cos theta is equal to modulus a1 modulus of a1 a2 plus b1 b2 plus c1 c2 whole divided by root a1 square plus b1 square plus c1 square into root a2 square plus b2 square plus c2 square. ഇതിന്റെ ഒന്നിന്റെ വില ഇപ്പൊ എന്റെ സ്ക്രീനിലില്ല, നിങ്ങളുടെ കയ്യിലാണ് വിലയുള്ളത്. അപ്പോ വില കൊടുത്തിട്ടെന്ന് പറഞ്ഞാട്ടെ ശിവങ്കെ. മോഡുലസ് ഓഫ് എനിക്കില്ല 3 into 1 plus 5 into 1 plus 4 into 2 whole divided by root of 3 square plus 5 square plus 4 square into root of minus 1 square 1 square plus 1 square plus 2 square equal root of 3 into 1 3 plus 5 plus 8 by root of 9 plus 25 plus 16 into root of 1 plus 1 plus 4 equal modulus of 16 divided by root of 50 root 50 root 50 into root of 6 root 6. അപ്പോ ഈ മോഡുലസ് ഓഫ് 16 എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനിപ്പോ തൽക്കാലം 16 എന്ന് തന്നെ എഴുതാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് റൂട്ട് 50 ഫാക്ടറൈസേഷൻ നടത്താം അല്ലേ? 50 2 പ്രാവശ്യം ആകുമ്പോ 25 5 5 25. അപ്പൊ റൂട്ട് 50 നമുക്ക് എങ്ങനെ എഴുതാം? 5 root 2 എന്ന് എഴുതാം. റൂട്ട് 6നെ എങ്ങനെ എഴുതാം നമ്മള്? റൂട്ട് 2 ഇൻറ്റു റൂട്ട് 3 എന്ന് എഴുതാം. എങ്ങനെ എഴുതാം? root 2 into root 3. അപ്പൊ 16 by 5 ഇൻറ്റു റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 എത്ര? 2 ഇൻറ്റു റൂട്ട് 3. ഈ 16 ഈ 2 കൂടെ വെട്ടി എത്ര കിട്ടും? 8. അപ്പൊ ഒന്നുകിൽ നമുക്ക് 8 by 5 root 3.
അല്ലെങ്കിൽ നിങ്ങൾ 9ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്, ഡിനോമിനേറ്ററിൽ ഒരു ഇറാഷണൽ നമ്പർ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും √3 വെച്ച് ഇൻറ്റു ചെയ്യും. അപ്പൊ 8 × √3 ഡിവൈഡഡ് ബൈ 5 √3 × √3. ശരിയാണോ? അപ്പൊ 8 √3 ഡിവൈഡഡ് ബൈ 5 × √3 × √3 3. അപ്പൊ 8 √3 ഡിവൈഡഡ് ബൈ 5 × 3 50. ഇതാണ് ഈ രണ്ട് ലൈനുകളുടെ ഇടയ്ക്കുണ്ടാകുന്ന ആംഗിൾ. എഴുതിയോടെ എല്ലാവരും? എല്ലാവരും എഴുതിയോ? എഴുതി സർ. വായിച്ചു നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിലും പറയണം, ഡൗട്ട് ഇല്ലെങ്കിലും പറയണം. വായിച്ചു നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിലും പറയണം, ഡൗട്ട് ഇല്ലെങ്കിലും പറയണം. ഡൗട്ട് ഉണ്ടെങ്കിലും പറയണം, ഡൗട്ട് ഇല്ലെങ്കിലും പറയണം. വായിച്ചു സാർ, മനസ്സിലായി. വായിച്ചു സാർ, ഡൗട്ടില്ല. മനസ്സിലായി സർ. ഓക്കെ, ഇനി എല്ലാവരും ഒരു സെക്കൻഡ് നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്ന ആ എക്സസൈസിന്റെ ഫോട്ടോ കോപ്പി നിർത്തിയ എക്സസൈസിന്റെ ഫോട്ടോ കോപ്പി എടുത്തോ. ഓക്കെ, അതിനകത്ത് ഞാൻ പറയുന്ന ചോദ്യത്തിന്റെ നമ്പർ എത്ര നിങ്ങളൊന്ന് പറയണം. ഒന്ന്, ഫൈൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ ദ ഫോളോയിങ് പെയേഴ്സ് ഓഫ് ലൈൻസ്. കണ്ടോ? ഇതിന് താഴെ 2 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് എത്രാമത്തെ ചോദ്യമാണ് നിങ്ങളുടെ പുതിയ പുസ്തകം അനുസരിച്ച്? ഞാനിപ്പോ പറഞ്ഞ ചോദ്യം നിങ്ങളുടെ പുതിയ പുസ്തകം അനുസരിച്ച് എത്രാമത്തെ ചോദ്യമാണ്? 8ാമത്തെ. അപ്പോ അതൊന്ന് ടിക്ക് ചെയ്തിടുക. ഹോംവർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എക്സസൈസ് 11.2 ക്വസ്റ്റ്യൻ നമ്പർ 8. അതിന് എത്ര സബ് ക്വസ്റ്റ്യൻ ഉണ്ട്? അതിന് 2. അതിന്റെ താഴത്തെ വീണ്ടും അടുത്തൊരു ചോദ്യം കണ്ടോ? അതേപോലെ തന്നെ ഫൈൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ ദ ഫോളോയിങ് പെയർ ഓഫ് ലൈൻസ്. കണ്ടോ? അതിനകത്തിലും 2 സബ് ക്വസ്റ്റ്യൻ ഇല്ലേ? ആദ്യത്തെ 2 എന്ത് ഫോമിലുള്ള ഇക്വേഷനാ? കാർട്ടീഷ്യൻ ആണോ? നോക്കിക്കേ, ആദ്യത്തെ 2 8ാമത്തെ ചോദ്യത്തിലെ 2 സബ് ക്വസ്റ്റ്യൻ എന്ത് ഫോമിലുള്ള ക്വസ്റ്റ്യൻ ആണ്? ഇനി 9ാമത്തെ 2 ചോദ്യമോ? അത് കാർട്ടീഷ്യൻ. അപ്പൊ ഇത് 2 നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. ഇത് 2 എന്താ ചെയ്യണം? ഇത് ചെയ്തുകൊണ്ട് വരുമ്പോ 12ഉം 13ഉം ഈ ടോപ്പിക്ക്, അപ്പൊ നിങ്ങളുടെ അതിനകത്ത് വരുമ്പോ 10ഉം 11ഉം ഇതേ ടൈപ്പുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷെ അത് നിങ്ങൾക്ക് ഇച്ചിരി ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അത് ഞാൻ ക്ലാസ് ചെയ്യിപ്പിക്കാം. ക്ലിയർ ആയോ? അപ്പൊ എത്ര കണക്കുണ്ട് ഹോംവർക്ക്? 2. മെയിൻ ക്വസ്റ്റ്യൻ നമ്പർ 2. പക്ഷെ ഓരോന്നിലും എത്ര സബ് ക്വസ്റ്റ്യൻ വെച്ചുണ്ട്? 2 സബ് ക്വസ്റ്റ്യൻ വീതം. ഓക്കെ, അപ്പൊ ഞാൻ റെക്കോർഡിംഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യട്ടെ. ഇനി എല്ലാവരും ഡയറി എടുത്താട്ടെ.